ആദ്യമായിട്ട് സിറ്റിയിൽ വന്നിട്ട് എന്തൊരു കട്ടറുണ്ടത്. എന്റെ പൊന്നി 3, 4, 5, 6 എടാ എത്ര നിലയാണത്. മൂത്രമൊഴിക്കാൻ അവിടെ പോയിക്കാ കുഴപ്പമില്ല. ഇവിടെ എന്ത് കുഴപ്പം, നമ്മളെ നാടല്ലേ. അവിടെ വെച്ചോ, അതാ നല്ലൊരു വീട്ടിൽ അവിടെ വെച്ചോ. വെച്ചോ വെച്ചോ. എടാ ഇത്രയും ഒഴിഞ്ഞ പ്രദേശം കണ്ട് തനിക്ക് പോലീസ് സ്റ്റേഷൻ മുമ്പിലാണ്ടാ മൂത്രമൊഴിച്ച്? ഞാനല്ല മൂത്രമൊഴിച്ചത്, എന്റെ ചങ്ങാതിയാ. നിന്റെ ചങ്ങാതി, നീ എന്തിനാ അവനെ കൂടെ പറഞ്ഞു? ഞാൻ അവന്റെ കൂടെ കമ്പനിക്ക് വേണ്ടി ഒന്ന് കൊടുത്താ. കമ്പനിക്ക് മൂത്രമൊഴിക്കാനോ? ഞാൻ അവന്റെ കൂടെ മരിച്ച വീട്ടിൽ പോകും, വിവാഹത്തിന് പോകും, സോസിലാ ഞാൻ. അങ്ങനെ പിന്നെ അവന്റെ കൂടെ തന്നെയാ എല്ലാവരും കൂടെ മൂത്രമൊഴിക്കാൻ പറ്റും. ഞാൻ ഇടിച്ച് മൂത്രമൊഴിപ്പിക്കണോ? എടാ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ബോർഡ് എഴുതി വെച്ചേക്കണ്ടോ? ഞാൻ ബോർഡ് വായിക്കാൻ അറിയില്ല, ഞങ്ങൾ ഗ്രാമത്തിലുള്ള ആൾക്കാരാ. എന്ത് ബോർഡ് വായിക്കാൻ അറിയില്ല, അതിനെ കൊണ്ടാ. ബോർഡ് വായിക്കാൻ അറിയില്ല. ഇനി മേലാല് സ്റ്റേഷൻ മുമ്പിലെ പൊതു സ്ഥലത്ത് വെച്ച് മദ്യപിക്കാൻ പാടില്ല, മൂത്രമൊഴിക്കാൻ പാടില്ല, ഹൈക്കോടതി വിധി അറിയില്ല. എന്നോടൊന്നും പറഞ്ഞില്ല. ആര്? ഹൈക്കോടതി നിന്നോട് പറഞ്ഞിട്ടില്ല? എന്താ നീ വെള്ളം അടിച്ചോണ്ടാ മദ്യം കഴിച്ചോ? അയ്യോ നമുക്ക് അറിയാമത്. എന്താണ് ഇങ്ങനെ വിളിച്ചേ? നിങ്ങളെ വിളിക്കാൻ ഹിമാലയ നമ്മൾ കുടിക്കുന്ന പരിപാടി ഇല്ലല്ലോ. മദ്യം നമുക്ക്. നീ മദ്യം കഴിച്ചിട്ടുണ്ട്? ഇല്ല, നമ്മൾ തൊട്ടില്ല, ഇതുവരെ തൊട്ടില്ല. എടാ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ 3000 രൂപയുടെ ഫൈൻ അടക്കണം, മനസ്സിലാ? ഊതടാ, ഈ ലാത്തി ഒരു പ്രത്യേക സിസ്റ്റമാണ്. ഇതിൽ മദ്യം കഴിച്ച ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഊതടാ ഊതടാ, മദ്യം കഴിച്ചാൽ അറിയും. ഊത്. ഇതെന്താ ഓടക്കോ നല്ല നല്ല നാട്ടിൽ പോയി അന്വേഷിച്ചോക്കെ. ഏത് പരിസരത്ത് എന്നാ പറയും ഏറ്റവും നല്ല ഊത്തുകാരൻ ഞാൻ നാട്ടില്. നീ ഊത്താലി എന്ന് പറഞ്ഞ അറിയാത്തോ ഇല്ല? ഊത്താലി? ഊത്താലി. എടാ പറയടാ നിന്റെ ബാപ്പന്റെ പേര്. മൊമ്മാലി. സ്ഥലം? ബംഗാളിയില്. എവിടെ എവിടെ എവിടെ? നിന്റെ പേര്? അലി. ബാപ്പന്റെ പേര്? മൊമ്മാലി. സ്ഥലം ബംഗാൾ. വാപ്പനെ സ്ഥിരമായിട്ട് കന്നാലി എന്നല്ല വിളിക്കല്. വിളിക്കുക. ബാപ്പക്ക് എന്താ ജോലി? വാപ്പ ഇവിടെ അല്ല, വാപ്പ വിദേശത്താ. വിദേശത്ത് എവിടെ? പെരുമ്പാവൂര്. പെരുമ്പാവൂർ എന്നാണ്ടാ വിദേശമായത്? നമ്മൾ ഉമ്മച്ചിക്ക് വിദേശമായി. 2 കൊല്ലം കൂടുമ്പോ ഒരു കത്ത വരാ, നമുക്ക് വിദേശമായി. ആയിക്കോട്ടെ. പെരുമ്പാവൂർ എവിടെയാണ്? പെരുമ്പാവൂർ അവിടെ ഉണ്ടോ? ആരാ പെരുമ്പാവൂര്? നിങ്ങളന്ന് പോയാ പാലത്തിന്റെ അടിയിൽ. പാലുണ്ട്. പാലത്തിന്റെ വെള്ളം അല്ല, ഇത് പോയിട്ട് മുങ്ങണ്ട. ആ പാലത്തിന്റെ അടിയിലുണ്ടല്ലോ മരം മുറിക്കുന്ന ഒരു മില്ല്, ഹിന്ദുസ്ഥാൻ പ്ലൈവുഡ്സ്. അവിടെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ. അവിടെ 2 കൊല്ലം ഡ്യൂട്ടി ചെയ്തോണം ഞാൻ. വയസ്സുണ്ടല്ലേ? കാര്യം ചോദിക്കട്ടെ, ആ തൊട്ടടുത്ത സ്റ്റേഷൻ മുമ്പ് തന്നെ ആ മില്ല്, അവിടെ മരം മുറിക്കുന്ന ഒരു സംശയം ചോദിക്കട്ടെ, ആ മില്ലിൽ ഇപ്പോഴും ജനറേറ്റർ ആണ് വർക്ക് ചെയ്യുന്നത്? അയാളുണ്ടോ അറിയില്ല. വാപ്പിയുള്ള കാലത്ത് ഈ കണക്ക് കുറിക്കുന്ന 2 റൈറ്റർമാരുണ്ട്, അപ്പു റൈറ്റും സാമ്യൂട്ട് റൈറ്റും. ഇവര് പോയ ശേഷം വന്നിട്ടുണ്ടാവും ജനറേറ്റർ തന്നെയാണ്. നിനക്കെന്താ ജോലി? ഞാൻ ബ്രോക്കർ. എന്ത് ബ്രോക്കർ? ബ്രോക്കർ എന്ന് പറഞ്ഞാൽ പണിയില്ലാത്തവനും പറഞ്ഞൊരു ഫേമസ് ബ്രോക്കർ അല്ലേ. സ്ഥലം വിൽക്കാൻ വാങ്ങ, ഏത് സ്ഥലം വിൽക്കണം എന്നോട് പറഞ്ഞോളി. പോലീസ് സ്റ്റേഷൻ വിൽക്കണം. അല്ല, ഞാൻ ഏത് സ്ഥലം വിൽക്കണം വാങ്ങണം എന്നോട് പറഞ്ഞോളി. അപ്പൊ ഫേമസ് ബ്രോക്കർ അല്ലേ. പറയാ ഞാൻ അവിടെ പോയാൽ മറ്റവനെ വിളിച്ചു നടക്കൂല. അവനെ വിളിക്കണം. അവനെ വിളിച്ചോ? ശരി ശരി. വിളിച്ചോ? എന്തെങ്കിലും കച്ചവട കാര്യം ഉണ്ടോ എന്നോട്. നീയാണ്ട സ്റ്റേഷൻ മുതൽ മൂത്രവെച്ച്? ഇത്രയും ഒഴിഞ്ഞ പ്രദേശം കണ്ടിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷൻ മുമ്പിൽ മാത്രമേ മൂത്രവെക്കാൻ പറ്റുള്ളൂ? അടിച്ച് ഞാൻ കൂമ്പ് ഞാൻ കളിക്കും ഞാൻ. എന്റെ പേരെടാ ഇടയം ബോസ്. നിന്റെ പേരെന്താടാ? മുട്ടിന്നോ? എന്ത് മുട്ടി? എന്ത് മുട്ടിയാടാ? ഷോർട്ടായിട്ട് വിളിക്കുന്ന പേരായിരിക്കും അല്ലേ? അതൊക്കെ പോട്ടെ. നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 60 വയസ്സായി. 60? തന്നെ കണ്ട ഒരു 70 വയസ്സ് തോന്നുന്നുണ്ടല്ലോ. ഇല്ല, 60. തനിക്കൊരു 70 വയസ്സായി. 70 വയസ്സായി. തനിക്കൊരു 70ആയി. അടിച്ച് പല്ലിയാൻ കൊഴിച്ചോളൂ ഞാൻ. തമാശ വേണ്ട. തനിക്കൊരു 70 വയസ്സായി. 70
എത്രയും പറഞ്ഞു ഞാൻ 60 പറഞ്ഞു സാധനത്തിനെ പറഞ്ഞു 70 കയ്യോട്ടെ എന്തേ 65